ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി വരത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് ഒരു വട്ടം കൂടി സ്വാഗതം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് EVSുമായി ബന്ധപ്പെട്ട LSSൽ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകളാണ് കേട്ടോ. ഓക്കെ, 30 question. In ancient time, which these thing method is used by the exchange information? Option A, beat a drum. Option B, Anjala Koottakaran. Option C, through messenger. Option D, none of these. ഇതിൽ ഏത് മെത്തേഡാണ് എക്സ്ചേഞ്ച് ഇൻഫർമേഷന് നമ്മൾ ഉപയോഗിക്കുന്നത്? ബെസ്റ്റ് ഓഫ് ഡ്രം, ത്രൂ മെസ്സഞ്ചർ രൂപത്തിൽ നമ്മൾ അയക്കുന്നത്. ബീറ്റ് എ ഡ്രം നമ്മൾ ഡ്രമ്മിൽ മുട്ടിയിട്ട്, പഴയ കാലത്തൊക്കെ രാജകുടുംബത്തിലൊക്കെ ഉണ്ടായിരുന്നു, വിളംബരം ചെയ്യുകയായിരുന്നു ഡ്രമ്മിൽ മുട്ടിയിട്ട്. അപ്പോൾ ആ രൂപത്തിലാണോ, അഞ്ചലോട്ടക്കാരനാണോ, ത്രൂ ദ മെസ്സഞ്ചർ രൂപത്തിൽ അയക്കുന്നതാണോ, ഏതിലൂടെയാണ് നമ്മൾ എക്സ്ചേഞ്ച് ഇൻഫർമേഷൻ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഇപ്പോഴത്തെ സമയത്ത് പറ്റുന്നത്? ത്രൂ മെസ്സഞ്ചർ. ആൻസർ ഈസ് ത്രൂ മെസ്സഞ്ചറായിട്ട് സെൻഡ് ചെയ്യുന്നത്. ഇനി 31 question. ദ പ്രൈം ഒബ്ജക്റ്റീവ് ഓഫ് എ ചന്ദ്ര. ദ പ്രൈം ഒബ്ജക്റ്റീവ്സ് ഓഫ് എ ചന്ദ്രയാൻ. സ്റ്റഡി അബൌട്ട് ദ സർഫസ് ഓഫ് ദ മൂൺ. മൂണിൻ്റെ സർഫസിനെ കുറിച്ച് പഠിക്കുന്നതിനാണ് ചന്ദ്രയാൻ എന്ന വസ്തു നമ്മൾ പറഞ്ഞു വിട്ടത്, ഉപഗ്രഹമായിട്ട് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 32. ദ പാരലൽ അറേഞ്ച്മെൻറ്റ് ഓഫ് എ ഇൻ ലീവ്സ് ഈസ് കോൾഡ് ഡാഷ്. ഓപ്ഷൻ ബി ക്വസ്റ്റ്യൻ ടാബുലേറ്റ് ദ ഡിഫറൻസ് ദ ബോത്ത് റെറ്റിക്കുലേറ്റ് വെനേഷൻ ആൻഡ് പാരലൽ വെനേഷൻ. പാരലൽ വെനേഷനെ കുറിച്ചിട്ടും റെറ്റിക്കുലേറ്റ് വെനേഷനെ കുറിച്ചിട്ടും ടാബുലേറ്റ് ചെയ്യാം. അതിൻ്റെ ഡിഫറൻസ് ടാബിലാക്കിയിട്ട് എഴുതാം. ഓപ്ഷൻ സി ക്വസ്റ്റ്യൻ ദ കോട്ടിലിഡൻ shrink and different in size as plant grows. Explain the reason. കോട്ടിലിഡന് ഷ്രിങ്ക് ആയിട്ട് കാണപ്പെടുന്ന, സൈസ് ഡിക്രീസ് ആയിട്ട് കാണപ്പെടുന്ന പ്ലാന്റ് വളരുമ്പോൾ അതിൻ്റെ ഉള്ള പ്രധാന കാരണം എന്താണ്? അപ്പോൾ അതാണ് ചെയ്യേണ്ടത്. ദ പാരലൽ അറേഞ്ച്മെൻറ്റ് ഓഫ് എ ലീവ്സിൻ്റെ പാരലൽ അറേഞ്ച്മെൻറ്റിന് പറയുന്ന എന്താണ്? പാരലൽ വെനേഷൻ എന്നാണ് പറയുക. ഇനി ഓപ്ഷൻ ബി ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പാരലൽ വെനേഷൻ്റെയും റെറ്റിക്കുലേറ്റ് വെനേഷൻ്റെയും ഡിഫറൻസസുകൾ ടാബുലേറ്റ് ചെയ്യാനായിരുന്നു. ഇവിടെ നോക്കുക, ഇവിടെ കൊടുത്തിട്ടുണ്ട് റെറ്റിക്കുലേറ്റ് വെനേഷൻ, പാരലൽ വെനേഷൻ. റെറ്റിക്കുലേറ്റ് വെനേഷൻ്റെ ഡിഫറൻസ്: ദ മെയിൻ വെയിൻ ഇൻ ദ മിഡിൽ ഓഫ് ദ ലീഫ് സ്റ്റാർട്ടിങ് ഫ്രം ദ ലീഫ് സ്റ്റോക്ക് ടു ഇറ്റ്സ് ടിപ്പ്. എന്താണ്? ഒരു മെയിൻ വെയിൻ ഉണ്ടാവും. ആ മെയിനായിട്ടുള്ള വെയിനിൽ നിന്ന് അതിൻ്റെ ലീഫിൻ്റെ ഓരോ ഭാഗത്തേക്കും പോകുന്ന ഒരു നമ്മുടെ റൂട്ട് പോലെ പോകുന്ന വെയിനുകളാവും. ആദ്യം ഒരു മിഡിൽ ഭാഗത്ത് ഒരു മെയിൻ വെയിൻ ഉണ്ടാവും, എന്നിട്ട് അതിൻ്റെ ഓരോ സൈഡിലേക്കും ഇങ്ങനെ പോകും. ഇത് നെറ്റ്വർക്ക് ലൈക്ക് വെനേഷൻ. അതിനെയാണ് നെറ്റ്വർക്ക് ലൈക്ക് വെനേഷൻ എന്ന രൂപത്തിൽ പറയുന്ന. നെറ്റ്വർക്ക് പോലെ, ജാലിക പോലെ പോകുന്നതാണ് റെറ്റിക്കുലേറ്റ് വെനേഷൻ. ഇനി പാരലൽ വെനേഷൻ. ദ വെയിൻ ഇൻ ദ ലീവ്സ് നോട്ട് ടച്ച് വൺ അനദർ. എന്താണ്? ഒന്നിനെ ടച്ച് ചെയ്യാത്ത രീതിയിൽ പാരലായിട്ട്, സമാന്തരമായിട്ട് പോകുന്നതാണ് പാരലൽ വെനേഷൻ. നെക്സ്റ്റ് പോയിന്റ്, വെൻ സ്റ്റാർട്ടിങ് ഫ്രം ദ ലീഫ് സ്റ്റോക്ക് ദേ റൺ പാരലൽ ആൻഡ് ജോയിങ് അറ്റ് ദ ടിപ്പ് ഓഫ് ദ ലീഫ്. ഇവിടെ പാരലൽ എന്തായിരിക്കും? മുകളിൽ നിന്ന് ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ അത് താഴെ വന്നിട്ടായിരിക്കും, ആ ലീഫിൻ്റെ താഴെ ഭാഗത്ത് വന്നിട്ടാണ് അവസാനിക്കുക. അത് ഒരിക്കലും എന്ത് ചെയ്യില്ല, കൂട്ടി മുട്ടുകയില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ കോട്ടിലിഡൻ shrink ആൻഡ് ഡിക്രീസ് ഇൻ സൈസ് ആസ് ദ പ്ലാന്റ് ഗ്രോസ്. എക്സ്പ്ലെയിൻ ദ റീസൺ. എന്തുകൊണ്ടാണ് കോട്ടിലിഡൻ shrink ചെയ്യുന്നത്? അതിൻ്റെ കാരണം എന്താണ്? ദ പ്ലാന്റ് യൂസസ് ദ ഫുഡ് ഫ്രം കോട്ടിലിഡൻ. പ്ലാന്റ്
കോട്ടിലിഡനെ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഫുഡ് റിസർവ് ചെയ്യുന്നതിനാണ് പ്ലാന്റ് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. 33 ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു ആംഫിബിയൻ? ആംഫിബിയൻസിനെ കുറിച്ച് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇതിലേതാണ് കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റ്? ഓപ്ഷൻ എ, ഇറ്റ് ക്യാൻ ലീവ് ഓൺലി ഇൻ ലാൻഡ്. ഇതിന് ജീവിക്കാൻ കഴിയുന്നത് ലാൻഡിലായിരിക്കും. ലാൻഡിൽ മാത്രമായിരിക്കും ഇത് ജീവിക്കാൻ കഴിയുക. വാട്ടറിൽ ജീവിക്കില്ല, ലാൻഡിൽ മാത്രം. ഇനി ഓപ്ഷൻ ബി, സീ ഇൻ ലാൻഡ് ആൻഡ് വാട്ടർ. ലാൻഡിലും വാട്ടറിലും കാണാൻ കഴിയും. ഓപ്ഷൻ സി, ലീവ് ഇൻ വാട്ടർ ഓൺലി. വാട്ടറിൽ മാത്രമാണ് ഇത് ജീവിക്കുന്നത്. ഓപ്ഷൻ ഡി, ഇറ്റ് ക്യാൻ ലീവ് ബോത്ത് ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ. ഇത് കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവിയാണ്. അപ്പോൾ ആംഫിബിയൻസിനെ കുറിച്ചിട്ടുള്ള ഇതാണ്. ആംഫിബിയൻസ് പൊതുവെ എവിടെയാണ് ജീവിക്കുക? കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്ന ജീവികളാണ് ആംഫിബിയൻസ്, ഉഭയജീവികൾ. ഫ്രോഗ് ഒരു ആംഫിബിയൻസാണ്. ആംഫിബിയൻസ് എക്സാമ്പിളാണ് ഫ്രോഗ്, കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്നത്. അതുപോലെ ടോട്ടോയിസ്, അതൊക്കെ ആംഫിബിയൻസിന് എക്സാമ്പിളാണ്, കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയും. ഇനി നെക്സ്റ്റ് നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 34. ഹു ഈസ് ദ ഓഥർ ഓഫ് എ ബുക്ക് ബേർഡ്സ് ഇൻ കേരള? കേരളത്തിലെ ബേർഡ്സ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ്? അതിൻ്റെ ഓഥർ, എഴുത്തുകാരൻ ആരാണ്? ആൻസർ ഇന്ദുചൂടൻ. ഇന്ദുചൂടൻ ആണ് ആൻസർ. ഓപ്ഷൻ ഇനി ക്വസ്റ്റ്യൻ 35 ക്വസ്റ്റ്യൻ. എ പ്ലേറ്റ് വിത്ത് സം കോൾഡ് വാട്ടർ വെർ കെപ്റ്റ് ഓവർ എ വെസൽ വിത്ത് ഹോട്ട് വാട്ടർ. വാട്ട് ഈസ് ദ റീസൺ ഫോർ വാട്ടർ ഡ്രോപ്സ് അണ്ടർ ദ പ്ലേറ്റ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് 4ാം ക്ലാസ്സിൽ ആസ് എ വിൻഡ് ആസ് എ സ്റ്റോൺ എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻ്റ് നമ്മൾ ചെയ്തതാണ്. നമ്മൾ ഒരു പ്ലേറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അത് ചൂടാക്കി നോക്കുക. അതിന് മുകളിൽ ഒരു അടപ്പ് പാത്രം വെക്കുമ്പോൾ അത് ഇനിയൊന്ന് മാറ്റി വെക്കുമ്പോൾ ഈ അടപ്പ് പാത്രത്തിൽ ഒരുപാട് വെള്ളത്തുള്ളികൾ നമ്മൾ കാണാൻ കഴിയും. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ? വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ വാട്ടർ ഡ്രോപ്സ് അണ്ടർ ദ പ്ലേറ്റ്? പ്ലേറ്റിൻ്റെ മുകളിൽ എന്തുകൊണ്ടാണ് വാട്ടർ ഡ്രോപ്സ് കാണാൻ കഴിഞ്ഞത്? അത് നമ്മൾ പറഞ്ഞതാണ്. എന്തുകൊണ്ടാണ്? വാട്ടർ വേപ്പർ ടേൺസ് ഇൻ ടു വാട്ടർ വെൻ കൂൾഡ്. വാട്ടർ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തപ്പോഴാണ് വാട്ടർ വേപ്പർ എന്തായത് മുകളിലേക്ക് പോയത്. അതുകൊണ്ടാണ് പ്ലേറ്റിൽ അങ്ങനെ ഡ്രോപ്സുകൾ കാണാനിടയായത്. ആ ഡ്രോപ്സാണ് ചൂട് വെള്ളത്തിൽ നിന്നും പോയ വാട്ടർ വേപ്പർ. ഓക്കെ. ഇനി 36 ക്വസ്റ്റ്യൻ. വാഗൺ ട്രാജഡി ഈസ് റിലേറ്റഡ് ടു ഡാഷ്. വാഗൺ ട്രാജഡി എന്ന് പറയുന്ന സ്ട്രഗിള് ഏതുമായി ബന്ധപ്പെട്ടതാണ്? മലബാർ റിബലിയൻ ഏതാണ്? മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ് വാഗൺ ട്രാജഡി. ഓക്കെ. ഇനി 37 ക്വസ്റ്റ്യൻ. ഹെഡ് ഓഫ് ദ കോർപ്പറേഷൻ. സഹകരണത്തിൻ്റെ ഹെഡ് ഓഫ് കോർപ്പറേഷത്തിൻ്റെ ഹെഡ്, തലവൻ ആരാണ്? ആൻസർ ഈസ് മേയറാണ് കോർപ്പറേഷത്തിൻ്റെ തലവൻ. ഇനി 38 ക്വസ്റ്റ്യൻ. വൈ ഡു ദ മൂൺ അപ്പിയേഴ്സ് ബിഗർ ദാൻ സ്റ്റാർ? വൈ ഡു ദ മൂൺ അപ്പിയേഴ്സ് ബിഗർ ദാൻ സ്റ്റാർ? സ്റ്റാറിനേക്കാളും വലിയതായി മൂണ് നമുക്ക് കാണുന്നത് എന്തുകൊണ്ടാണ്? ആൻസർ, ഇറ്റ് ഈസ് ബിക്കോസ് ദ ഡിസ്റ്റൻസ് ഓഫ് എ സ്റ്റാർ ഫ്രം അസ് ഈസ് മച്ച് മോർ ദാൻ ദാറ്റ് ഓഫ് ദ മൂൺ. മൂണിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒന്നാണ് ഇത് സ്റ്റാർ, അല്ലേ? മൂണാകെ ഒന്നുള്ളൂ, സ്റ്റാറുകളാണ് നമ്മൾ ഒരുപാട് നമുക്ക് എണ്ണാൻ കഴിയാത്ത രീതിയിൽ ഉള്ളത് സ്റ്റാറാണ്. അപ്പോൾ സ്റ്റാറുകൾ എന്താണ്? പൊതുവെ ഡിസ്റ്റൻസ് പാലിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ സ്റ്റാറിനേക്കാളും കൂടുതൽ നമ്മുടെ ലോകത്ത് കാണുന്ന ഏതാണ്? മൂണാണ്. മൂണിനേക്കാളും കൂടുതൽ നമ്മുടെ ലോകത്ത് കാണുന്നത് സ്റ്റാറാണ്. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? മൂണ് സ്റ്റാറിനെ അപേക്ഷിച്ച് വലിയതായി
കാണാൻ കഴിയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 39 ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ലീവ്സ് ഓഫ് എ പ്ലാന്റ് ഗിവൺ ഇൻ ദ ബോക്സ്. ബോക്സിൽ നൽകിയിട്ടുള്ള പ്ലാന്റ്സുകളുടെ ലീവ്സ് ഒബ്സർവ് ചെയ്യുക. മാംഗോ ട്രീ, ജാക്ക് ട്രീ, ബാംബു, പാഡി ടീക്ക്, കോക്കനട്ട്. ടാബ്ലേറ്റ് ദം ഓൺ ദ ബേസിസ് ഓഫ് ദ റെറ്റിക്കുലേറ്റ് ആൻഡ് പാരലൽ വെനേഷൻ. LSSന് മെയിനായിട്ട് ചോദിക്കുന്നത് സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നാണ്. അപ്പോൾ അത് നന്നായി പഠിച്ചു പോവുക കേട്ടോ. പാരലൽ വെനേഷൻ, അതുപോലെ റെറ്റിക്കുലേറ്റ് വെനേഷൻ, ടാപ്പ് റൂട്ട് സിസ്റ്റം, ഫൈബ്രസ് റൂട്ട് സിസ്റ്റം, അതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ. ഒരുപാട് വർഷത്തെ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് പാരലൽ വെനേഷന്, റെറ്റിക്കുലേറ്റ് വെനേഷന്, ഫൈബ്രസ് റൂട്ട്, ടാപ്പ് റൂട്ട് എന്നീ പറയുന്ന ക്വസ്റ്റ്യൻസുകളാണ്. ഇവിടെയും നോക്കുക, എന്ത് ചെയ്യുക, റെറ്റിക്കുലേറ്റ് വെനേഷൻ്റെയും പാരലൽ വെനേഷൻ്റെയും അടിസ്ഥാനത്തിൽ ആ എക്സാമ്പിൾസ് പട്ടികപ്പെടുത്തുക. അതിൻ്റെ ആൻസർ നോക്കൂ. റെറ്റിക്കുലേറ്റ് വെനേഷൻ, പാരലൽ വെനേഷൻ. റെറ്റിക്കുലേറ്റ് വെനേഷൻ ഏതൊക്കെയാണ്? മാംഗോ ട്രീ, ജാക്ക് ട്രീ, തേക്ക്. ഇനി പാരലൽ വെനേഷനോ? ബാംബു, പാഡി, കോക്കനട്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എക്സ്പ്ലെയിൻ ദ വേസ് വിച്ച് ക്യാൻ ഐഡൻറ്റിഫൈ മോണോകോട്ടിലിഡൻസ് പ്ലാന്റ് ഫ്രം ഡൈക്കോട്ടിലഡൻസ് പ്ലാന്റ്സ്. ഡൈക്കോട്ടിലിഡൻ പ്ലാന്റിൽ നിന്ന് മോണോകോട്ടിൽ പ്ലാന്റിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഐഡൻറ്റിഫൈ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുക. തിരിച്ചറിഞ്ഞതിന് ശേഷം എക്സ്പ്ലെയിൻ ചെയ്യുക. ദ റൂട്ട് ഓഫ് എ മോണോകോട്ടിലിഡൻ പ്ലാന്റ് ഹാവ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. മോണോകോട്ടിലിഡൻ പ്ലാന്റ്സിൻ്റെ റൂട്ട് എന്തായിരിക്കും? ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആയിരിക്കും. ഇനി സെക്കൻഡ്, പാരലൽ വെനേഷൻ ഇൻ ലീവ്സ്. ലീവ്സുകൾ എന്തായിരിക്കും? പാരലൽ വെനേഷൻ ആയിരിക്കും. ഓൺലി വൺ കോട്ടിലിഡൻ ഈസ് സീൻ. എന്താണ്? മോണോകോട്ടിലിഡൻസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കോട്ടിലിഡൻ ആണ് ഇവിടെ ഉണ്ടാവുക. ഓക്കെ. ദ ഔട്ടർ പാർട്ട് ഓഫ് ദ സ്റ്റെം ഓഫ് ദിസ് പ്ലാന്റ് ഈസ് ഹാർഡർ ദാൻ ഇന്നർ പാർട്ട്. ഇന്നർ പാർട്ടിനെ അപേക്ഷിച്ചുകൊണ്ട് എന്തായിരിക്കും? അതിൻ്റെ ഔട്ടർ പാർട്ടിലായിരിക്കും ഭയങ്കര ഹാർഡറായിട്ടുള്ള ഭാഗം, കട്ടിയുള്ള ഭാഗം ഉണ്ടായിട്ടുണ്ടാവുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് റൂട്ട് ക്യാൻ സീൻ എബോവ് ഓസ്. താഴെ ഒരുപാട് റൂട്ടുകൾ തന്നിട്ടുണ്ട്. അതിലേതാണ് ഇതുമായി ബന്ധപ്പെട്ട റൂട്ട്? അതായത് മോണോകോട്ടിലിഡൻ പ്ലാന്റ്സുകളുടെ റൂട്ട് ഏത് തരം റൂട്ടായിരിക്കും? സ്റ്റിൽ റൂട്ട്, ടാപ്പ് റൂട്ട്, ഫൈബ്രസ് റൂട്ട്, പ്രോപ്പർ റൂട്ട്. ഏതായിരിക്കും? ഫൈബ്രസ് റൂട്ട് ആയിരിക്കും. ഓക്കെ, നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 40 ക്വസ്റ്റ്യൻ. ഇനി 40 ക്വസ്റ്റ്യൻ നോക്കൂ. എ ടെലികമ്മ്യൂണിക്കേഷൻ മീഡിയം ഇൻ വിച്ച് ന്യൂസ് ക്യാൻ ബി ഹെയർ ആൻഡ് സീ. നമ്മുടെ ന്യൂസ് ഏത് ടെലികമ്മ്യൂണിക്കേഷൻ മീഡിയ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് കേൾക്കാനും കാണാനും കഴിയുന്നത്? ഓപ്ഷൻ എ റേഡിയോ. റേഡിയോയിൽ കേൾക്കാനേ കഴിയുള്ളൂ, കാണാൻ കഴിയില്ല. ഓപ്ഷൻ ബി ടെലിവിഷൻ. ഓപ്ഷൻ സി ന്യൂസ് പേപ്പർ. ന്യൂസ് പേപ്പറിൽ കാണാനേ കഴിയുള്ളൂ, കേൾക്കാൻ കഴിയില്ല. ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഇതൊന്നുമല്ല. ഓപ്ഷൻ ബി ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ടെലിവിഷൻ. അതിലൂടെയാണെങ്കിൽ നമുക്ക് ഹിയർ ചെയ്യാനും പറ്റും, അതുപോലെ സീ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇനി 41 ക്വസ്റ്റ്യൻ. ദ ഫീച്ചേഴ്സ് ഓഫ് സർട്ടൻ ലിവിങ് ബീയിങ്സ് ആർ ഗിവൺ ബിലോ. ഐഡൻറ്റിഫൈ ദം. ഒരു ലിവിങ് ബീയിങ്സിൻ്റെ ഫീച്ചേഴ്സ് അവിടെ താഴെ നൽകിയിട്ടുണ്ട്. ഏതാണ് ആ ഒരു ജീവി, ഏതാണ് ആ ക്രിയേച്ചേഴ്സ് എന്ന് നമ്മൾ എന്ത് ചെയ്യുക? കണ്ടെത്തണം. സ്ലിമി ബോഡി, ഓർ ലൈക്ക് ഡക്സ്, സ്റ്റേ ഇൻ വാട്ടർ വിതൗട്ട് ബ്രീത്തിങ്. ബ്രീത്തിങ് കൂടാതെ വാട്ടറിൽ നിൽക്കും. ഓർ ലൈക്ക് ലെഗ്സ്, സ്ലിമ്മിങ് ബോഡി. ഏത് ജീവിക്കാണ് ഈ ഒരു ഫീച്ചേഴ്സ് ഉള്ളത്? ഓപ്ഷൻ എ ഫ്രോഗ്. ഫ്രോഗിനാണോ? ഓപ്ഷൻ ബി വുഡ് പെക്കർ, മരംകുത്തി എന്ന് പറയുന്ന ബേഡ്സിനാണോ? ഓപ്ഷൻ സി ടോട്ടോയിസ്. ഓപ്ഷൻ ഡി ഫിഷ്. ഏതിനാണ് ഇതുപോലെയുള്ളത്? ആൻസർ ഈസ് ടോട്ടോയിസ്. ടോട്ടോയിസിനാണ് സ്ലിമ്മി ബോഡി, ഓർ ലൈക്ക് ലെഗ്സ്, സ്റ്റേ ഇൻ വാട്ടർ വിതൗട്ട് ബ്രീതിങ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 42. ഐഡൻറ്റിഫൈ ഓഡ് വൺ. താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ഒറ്റപ്പെട്ടത്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, രാജസ്ഥാൻ, നേപ്പാൾ. ഏതാണ്? നമ്മളൊക്കെ എല്ലാവർക്കും അറിയാം, രാജസ്ഥാൻ. ബാക്കിയുള്ളതൊക്കെ എന്താണ്?
നമ്മുടെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളാണ്. അതർ ആർ നൈബറിങ് കൺട്രീസ്. രാജസ്ഥാൻ എന്താണ്? ഇന്ത്യയിലുള്ള ഒരു സ്റ്റേറ്റാണ്. ബാക്കി പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? നമ്മുടെ ഇന്ത്യയിലെ അയൽ രാജ്യങ്ങൾ. ചൈന, അതൊക്കെ അയൽ രാജ്യങ്ങളാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 43. ദ ബേർഡ് ദാറ്റ് ഡു നോട്ട് മേക്സ് നെസ്റ്റ് ദെയർ ഓൺ. സ്വന്തമായിട്ട് കൂട് ഉണ്ടാക്കാൻ കഴിയാത്ത ബേർഡ്. ക്രൗ, അങ്ങാടിക്കുരുവി, കുക്കു, കൈറ്റ്. ഏതിനാണ് സ്വന്തമായിട്ട് കൂടുണ്ടാക്കാൻ കഴിയാത്തത്? അവർക്ക് ആ ഒരു ബേർഡിന് സ്വന്തമായിട്ട് കൂടുണ്ടാവില്ല. ഏതിനാണ്? കുക്കു, കുയിലിനാണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 44. കഥക് ഈസ് ദ ഡാൻസ് ഫോം ഓഫ് എ വിച്ച് സ്റ്റേറ്റ്. കഥക് എന്ന് പറയുന്ന ഡാൻസ് ഫോം ഏത് സ്റ്റേറ്റിൻ്റെ കലാരൂപമാണ്? ഏത് സ്റ്റേറ്റിൻ്റെ ആർട്ട് ഫോമാണ്? ഓരോ സ്റ്റേറ്റിനും ഓരോ ആർട്ട് ഫോമുകളുണ്ട്. ഏതിൻ്റെ കലാരൂപമാണ് കഥക്? ഓപ്ഷൻ എ പഞ്ചാബ്, ഓപ്ഷൻ ബി ഹരിയാന, ഓപ്ഷൻ സി ഉത്തർപ്രദേശ്, ഓപ്ഷൻ ഡി ആസാം. ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ സി ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിൻ്റെ ആർട്ട് ഫോമാണ് കഥക്. ഇനി 45 ക്വസ്റ്റ്യൻ. ആസ് എ പാർട്ട് ഓഫ് എ വിച്ച് സ്ട്രഗിൾ ഗാന്ധിജി സമ്മോണ്ടഡ് പീപ്പിൾ ടു ബോയ്ക്കോട്ട് ഫോറിൻ ക്ലോത്ത്സ്. വിദേശത്തുള്ള ക്ലോത്ത്സിൻ്റെ ഇതിലും വേണ്ടിയിട്ട് പോരാടിയ സ്ട്രഗിൾ ഏതാണ്? നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ്, നിസ്സഹകരണ പ്രസ്ഥാനം, സാൾട്ട് സത്യാഗ്രഹ, ക്വിറ്റ് ഇന്ത്യ സ്ട്രഗിൾ, സ്വദേശി മൂവ്മെൻറ്റ്. ഏതാണ് ആൻസർ? നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ്, നിസ്സഹകരണ പ്രസ്ഥാനം.